വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ ഇന്നലെ എറണാകുളത്ത് മരണമടഞ്ഞു. കേരളത്തിലെ വളരെയധികം ജനങ്ങളെ പറ്റിക്കുകയും പല പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്ത കേസിലേക്ക് അറസ്റ്റിലാവുകയും ചെയ്തു. ജയിൽവാസം ലഭിക്കുകയും ചെയ്തു. വളരെ വർഷക്കാലം ജയിലിൽ കിടന്നു. കട്ടപ്പനയിലെ അവിടുത്തെ വെയർഹൗസ് കോർപ്പറേഷനിലെ മാധവൻ്റെ ഒരു ചുമട്ട് തൊഴിലാളിയായ മാധവൻ്റെ മകനായിരുന്നു സന്തോഷ് മാധവൻ. വിദ്യാഭ്യാസം അധികമൊന്നുമില്ല. അവിടെ കട്ടപ്പനയിൽ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു തോറ്റുപോയി. അവിടെ സെൻറ്റ് ആൻ്റണീസ് സ്കൂളിലും കട്ടപ്പനയ്ക്കടുത്ത് LP സ്കൂളുകളിലൊക്കെ പഠിച്ചു. ഏതായാലും വിദ്യാഭ്യാസപരമായി നോക്കുമ്പം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. 10ൽ തോറ്റു. അതിനുശേഷം കട്ടപ്പനയിലെ ഒരു ചെരുപ്പ് കടയിലെ സെയിൽസ്മാനായിട്ട് നിന്നു. അതിനുശേഷം അദ്ദേഹം കലൂരിൽ അവിടെ ഒരു പരികർമ്മിയായി, ഒരു ക്ഷേത്രത്തിലെ പൂജാരി പരികർമ്മിയായി നിന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പം കുറേയൊക്കെ പൂജകളെല്ലാം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം തുരുത്തിയിൽ, തൃപ്പൂണിത്തുറ തുരുത്തി ക്ഷേത്രത്തിലെ പൂജാരിയായി. വളരെ നാൾ അവിടെ പൂജാരിയായിട്ട് നിന്നു. പൂജാകർമ്മങ്ങളെല്ലാം പഠിച്ചു. വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു. അവിടെ എല്ലാം യാത്ര ചെയ്തു. ഉറുദു നന്നായിട്ട് പറയും, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, മലയാളവും സംസാരിക്കും. പഠനത്തിൽ വലിയ മെച്ചം ഉണ്ടായില്ലെങ്കിലും എല്ലാ ഭാഷകളും പഠിക്കാൻ വലിയ ബിരുദനായിരുന്നു. നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ കട്ടപ്പനയിലെ വലിയ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലെങ്കിലും 10ാം ക്ലാസ്സിൽ തോറ്റോടെ ആ വിദ്യാഭ്യാസം നിലച്ചുപോയി. അദ്ദേഹം പിന്നെ ജ്യോതിഷത്തിൽ തൃപ്പൂണിത്തുറ ആ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് നിൽക്കുമ്പം ജ്യോതിഷം പഠിച്ചു. വളരെയധികം ആൾക്കാർ അദ്ദേഹത്തിനെ സമീപിക്കുകയും ചെയ്തു. ജ്യോതിഷത്തിൽ കുറേ പണമെല്ലാം ഉണ്ടാക്കി. ഈ സമയത്ത് അദ്ദേഹം വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി. അതിനെ കല്യാണം കഴിച്ചു. കട്ടപ്പനയുള്ള ആ കുട്ടി 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഓടിപ്പോയി. അദ്ദേഹം വിവാഹം കഴിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നിൽക്കാൻ പറ്റാവുന്നു. എന്താ കാര്യമെന്ന് അറിയില്ല. കുട്ടി ഏതായാലും വിവാഹമോചനം നടത്തി സ്ഥലം വിട്ടു. പിന്നീട് ഈ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലും പൂജയൊക്കെ ആയിട്ട് നടന്ന് ഒരു ദിവസം അദ്ദേഹം മായയായി. പിന്നെ 3-4 വർഷം അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല. മടങ്ങി വന്നു. അന്നേരം അമൃത ചൈതന്യ സ്വാമിയായി. അങ്ങനെ ഒരു സന്യാസാശ്രമമൊക്കെ സ്ഥാപിച്ചു. അദ്ദേഹം വിദേശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ധാരാളം ടൂറുകൾ നടത്തി. ഒത്തിരി പണം ഉണ്ടാക്കി. എറണാകുളത്ത് മൾട്ടി സ്റ്റോറി കെട്ടിടങ്ങൾ പലതും വാങ്ങിച്ചു. അങ്ങനെ ഒരു ആൾ ദൈവത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് വന്നു. സന്തോഷ് മാധവനെ പറ്റി വളരെയധികം വാർത്തകൾ പത്രത്തിൽ വന്നു. അദ്ദേഹം വലിയ കോടീശ്വരനാണ്. ആ സമയത്ത് അദ്ദേഹം ചില ചീറ്റിങ് നടത്തി. ചില ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിന് കേസായി. ചില പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് കേസായി. പണങ്ങൾ ഒത്തിരി ഉണ്ടാക്കിയെങ്കിലും, ഒരാൾ ദൈവമായി മാറിയെങ്കിലും, ഒരു സന്യാസാശ്രമം സ്ഥാപിച്ച് അദ്ദേഹം വിവാദ പുരുഷനായി അമൃത ചൈതന്യ സ്വാമി എന്ന പേര് സ്വീകരിച്ചു. പക്ഷേ ഈ കേസുകളെല്ലാം അത് പ്രതിയായി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയും ചെയ്തു. വളരെ നാളുകൾ അദ്ദേഹം ജയിലിൽ കിടന്ന് നരകിച്ചു. അദ്ദേഹം ജയിൽ വിമോചനായി മടങ്ങി വന്ന് എറണാകുളത്ത് രഹസ്യമായിട്ട് താമസിച്ചു. അദ്ദേഹം ആരെയും കാണാനും പോയില്ല. അദ്ദേഹത്തിനെ കാണാൻ ആരും വന്നുമില്ല. അവിടെ ഒതുങ്ങിക്കഴിഞ്ഞു. രോഗങ്ങൾ, ജയിലിൽ കിടന്ന് വർഷങ്ങളോളം ജയിലിൽ കിടന്നപ്പോൾ വളരെയധികം രോഗങ്ങൾ അദ്ദേഹത്തിനെ പിടിക്കപ്പെട്ടു. ഇന്നലെ അദ്ദേഹം അവിടുത്തെ ഹോസ്പിറ്റലിലെ ഹാർട്ട് അറ്റാക്ക് മുഖേന അദ്ദേഹം മരിച്ചു. കേരളത്തിലെ ഒരു സമയത്ത് ഈ സന്യാസി, അമൃത ചൈതന്യ സന്യാസി, വളരെയധികം കത്തിക്കേറിയ ശേഷം വിവാദ പുരുഷനാകുകയും ചെയ്തു.
സന്തോഷ് മാധവൻ്റെ അടുത്ത് പല VIP-കളും പോയി, പല രാഷ്ട്രീയ നേതാക്കളും പോയി. സംസ്ഥാനത്തെ പോലീസിലെ ചില മേധാവികളും ഉയർന്ന ഉദ്യോഗസ്ഥരും സന്തോഷ് മാധവൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങാൻ. അതൊക്കെ അന്ന് വലിയ പത്രവാർത്തകളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശിക്ഷ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ആരും ചെല്ലാതെയായി. അത് ശിക്ഷ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് ഒളിച്ച് താമസിച്ചു. പക്ഷേ ഇന്നലെ അദ്ദേഹം ചൊവ്വാഴ്ച ആട്ടച്ചക്ക മുഖേന സന്തോഷ് മാധവൻ എന്ന ആ ദൈവം, വിവാദ പുരുഷൻ, കാലയവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു.